നമസ്കാരം. ഇന്ന് ചെറിയ വഴുതനങ്ങ കൊണ്ട് നല്ല അടിപൊളി കറി ഉണ്ടാക്കാം. ചോറിൻ്റെ കൂടെയും ചപ്പാത്തിൻ്റെ കൂടെ എല്ലാം കഴിക്കാൻ. അതിനുവേണ്ടി 250 ഗ്രാം വഴുതനങ്ങ എടുത്തിട്ടുണ്ട്. തണ്ട് കളയാതെ ഇതുപോലെ കട്ട് ചെയ്ത് വെള്ളത്തിലിട്ട് കൊടുക്കുക. എല്ലാ വഴുതനങ്ങ അതുപോലെ കട്ട് ചെയ്ത് വെള്ളത്തിലിട്ട് അടുപ്പത്ത് കടായി വെച്ച് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ വെച്ച് 1 ബൗൾ വരെ തേങ്ങ അരിവതും 1 സവോള അരിഞ്ഞ് ഇട്ട് കൊടുത്ത് ഒന്ന് ഇളക്കി കൊടുത്ത് 2-3 കഷ്ണം ഇഞ്ചിയും 5-6 ഇല്ലി വെളുത്തുള്ളി ഇട്ട് നല്ലപോലെ ഇളക്കി കൊടുത്ത് 1/2 ടീസ്പൂൺ ജീരകം ചേർത്ത് ഇനി 2 ടീസ്പൂൺ മല്ലിപ്പൊടിയും ചേർത്ത് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. മസാല തണുത്തപ്പം മിക്സിൻ്റെ ജാറിലിട്ട് കൊടുത്ത് കുറച്ച് വെള്ളം ഒഴിച്ച് നല്ലപോലെ അരച്ചെടുത്ത് ഇനി അടുപ്പത്ത് കടായി വെച്ച് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് 1 ടീസ്പൂൺ കടുക് കൂട്ടി വരുമ്പോൾ 2 സവോള നൈസായി അരിഞ്ഞ് ഇട്ട് ഒന്ന് ഇളക്കി കൊടുത്ത് ഇനി 1 തക്കാളി ചെറുതായി അരിഞ്ഞത് ഇട്ട് കൊടുത്ത് ഉള്ളിയും തക്കാളിയും വാടുന്ന വരെ ഒന്ന് ഇളക്കി കൊടുത്ത് ഇനി കുറച്ച് കരിവേപ്പിലയും ചേർത്ത് മിക്സ് ചെയ്തു. ഇനി വഴുതനങ്ങ ഇട്ട് കൊടുക്കാം. വഴുതനങ്ങ വാടുന്ന വരെ ഒന്നിങ്ങനെ ഇളക്കി കൊടുക്കണം. ഇനി 2 ടീസ്പൂൺ മുളക് പൊടിയും 1 ടീസ്പൂൺ ചിക്കൻ മസാലയും ചേർത്ത് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് ഇനി അരപ്പ് ചേർത്ത് കൊടുക്കുക. ജാറിൽ കുറച്ച് വെള്ളം ഒഴിച്ച് അതും ഒഴിച്ച് ഒന്ന് ഇളക്കി കൊടുത്ത് കുറച്ചുകൂടി വെള്ളം ഒഴിച്ച് കൊടുത്ത് ഗ്യാസ് ഫ്ലെയിം കുറച്ചൊന്ന് അടച്ച് വെച്ച് കുറച്ച് നേരത്തേന് ഇനി അടുപ്പ് തുറന്ന് ഇത് നിലക്കടല വറുത്ത് പൊടിച്ചതാണ്. ഇഷ്ടമുണ്ടെങ്കിൽ ചേർക്കണം. എന്നിട്ടൊന്ന് ഇളക്കി കൊടുത്ത് കുറച്ച് മല്ലിയിലയും ചേർത്ത് ഇപ്പം കറി റെഡി ആയിട്ടുണ്ട്. ഈ കറി ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ.